വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ല. അപ്പോൾ ഇന്ന് നമുക്ക് വാപ്പാടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഞണ്ട് കറി ഒന്ന് കണ്ടാലോ. ഫസ്റ്റ് നമുക്ക് ഞണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് വെളുത്തുള്ളി, മുളക്, ഇഞ്ചി, 2 തക്കാളി, 2 സവോളയും കൂടി എടുക്കാം കേട്ടോ. നല്ലോണം വാഷ് ചെയ്തിട്ട് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുക. അതായത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വേണം, അത് മറന്നു പോകണ്ട. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാൻ പോകുന്നത്. നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുക് വറുത്തെടുക്കുക. ഇനി നമുക്ക് സവോളയും ചെറിയുള്ളിയും കൂടി ഇട്ട് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ദെൻ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ വേണം. ആദ്യത്തെ പാല് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് കുറുകി വരുമ്പോൾ 2ാം പാല് പിന്നെ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഞണ്ട് കറി ഇവിടെ സെറ്റ് ആണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിന്റെ കൂടെ നമ്മുടെ ഐഷുമാസ് ബീഫ് പിക്കിളും കൂടെ ആയപ്പോൾ കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബീഫ് പിക്കിളാണ്. നല്ല അടിപൊളി സാധനമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കോൺടാക്ട് നമ്പർ ഞാൻ മേലെ കൊടുക്കാവേ. നമ്മുടെ ഞണ്ട് കറി കിടിലമാണ്. ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യാം.